ഇരുകൂട്ടരും തമ്മിൽ കയ്യാങ്കളിയായിട്ടുണ്ട് എങ്കിൽ കൂടി ജലപീരങ്കി പ്രയോഗമടക്കം നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ലാത്തി ചാർജിലേക്ക് പോലീസ് കടന്നിട്ടില്ല. പ്രവർത്തകർ അകത്തേക്ക് സെക്രട്ടേറിയറ്റിന്റെ വളപ്പിനുള്ളിലേക്ക് കിടക്കാനുള്ള ശ്രമങ്ങളാണ്. മുദ്രാവാക്യം വിളികളോടെ നീങ്ങുന്ന ദൃശ്യങ്ങളിൽ കാണാം. യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രതിഷേധം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷഭരിതമായി. പോലീസും പ്രവർത്തകരും മുമ്പും തള്ളുമുണ്ടായി. ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളും നടത്തി. പക്ഷേ പോലീസ് ഇടപെട്ട് അകത്തുനിന്നും പുറത്തുനിന്നും ശ്രമിച്ച് പോലീസ് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. പോലീസ് സേനയാകെ പ്രതിരോധത്തിലാക്കുന്ന ഓരോ സംഭവങ്ങൾ ഓരോ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിക്രൂരമായ മർദ്ദനത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയതിൽ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. പോലീസുകാർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായിട്ടില്ല. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി നിർദ്ദേശപ്രകാരം പോലും ഇവർക്കെതിരെ ഒന്നും യാതൊരു നടപടികളും എടുത്തില്ല എന്നൊന്നും പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വീണ്ടും സംഘർഷമുണ്ടാകുന്നു. പോലീസും പ്രവർത്തകരുമായി വീണ്ടും മുൻപും തള്ളുണ്ടാവുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്. അമൽ തേനുമർമ്മൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ, വീണ്ടും അടുത്ത ഗേറ്റ് വഴി അകത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? മോത്തി, നോർത്ത് ഗേറ്റിൽ തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോൾ സൗത്ത് ഗേറ്റ് വരെ, സെക്രട്ടേറിയറ്റിന്റെ ഇങ്ങേയറ്റത്ത് വരെ എത്തിയിരിക്കുന്നു. അങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗം മുഴുവൻ, ഏകദേശം കിടക്കുന്ന ദൂരം മുഴുവൻ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇപ്പോൾ സൗത്ത് ഗേറ്റ് വഴി അകത്തേക്ക് കടക്കാനാണ് പ്രവർത്തകരുടെ ഒരു ശ്രമം. ഇവിടെ നോർത്ത് ഗേറ്റിൽ ഉണ്ടായിരുന്ന അത്രയും സുരക്ഷാ ക്രമീകരണങ്ങളില്ല, അല്ലെങ്കിൽ ഈ പ്രവർത്തകരെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളില്ല. ബാരിക്കേഡുകൾ ഇവിടെ നിരത്തിയിട്ടില്ല. സാധാരണ ഗേറ്റ് മാത്രമാണ്. ഇതുവഴി അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് പോലീസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. പ്രധാനപ്പെട്ട പ്രവർത്തകർ എല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ജനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇവിടെ നിന്നും വാഹനത്തിലേക്ക്, പോലീസിന്റെ വാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്, അതിലേക്ക് കയറ്റുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള തീരുമാനം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഗേറ്റിന് തൊട്ട് മുന്നിലായി, സൗത്ത് ഗേറ്റിന് മുന്നിലായി പ്രവർത്തകരും പോലീസും തമ്മിലുള്ള നേർക്കുനേർ സംഘർഷമാണ്. ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാട് തന്നെ സ്വീകരിക്കുന്നു. പ്രവർത്തകർ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുൻഭാഗം ആകെ ഗതാഗതക്കുരുക്കിലേക്ക് കടന്നിരിക്കുന്നു. ഇതിലെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി. ഇപ്പോൾ ജനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനീഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത് തടയാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനീഷിനെ പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂടുതൽ പ്രവർത്തകരെ, ഇതിനു മുന്നിൽ തുടരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പോലീസ് നോർത്ത് ഗേറ്റിന്റെ ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ പോലീസ് സംവിധാനവും ഈ സൗത്ത് ഗേറ്റിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുക. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന്റെ മറ്റു പലയിടങ്ങളിൽ ചിതറി നിൽക്കുന്ന പ്രവർത്തകരെ അതാത് ഭാഗത്തെത്തി അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് മാറ്റുക, സംഘർഷാവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്ത് മാറ്റിയാൽ പ്രതിഷേധം ഒന്ന് തണുക്കും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധം സംഘർഷഭരിതമായി. പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടലാണ് ഉണ്ടായത്. പക്ഷേ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് തന്നെ പോലീസ് ഒരു ലാത്തി ചാർജിലേക്ക് കടന്നിട്ടില്ല. പകരം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത്, പ്രധാന പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിരവധി തവണ ജലപീരങ്കി പ്രയോഗമടക്കം നടത്തി. പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ നടത്തുകയുണ്ടായി. പക്ഷേ അകത്തുനിന്നും പുറത്തുനിന്നും പോലീസ് ശ്രമിച്ച് ഈ ശ്രമങ്ങളെ പിന്തിരിപ്പിക്കുകയായിരുന്നു പ്രവർത്തകരെ. തുടർന്ന് വീണ്ടും സൗത്ത് ഗേറ്റിലേക്ക് നീങ്ങി അവിടെയും ഉന്തും തള്ളുമുണ്ടായി. നേർക്കുനേർ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു.